ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് എങ്ങനെ ഐറ്റം ഫോർമാറ്റിൽ ടാലി വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടായിരുന്നു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ ഗുഡ്സ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ ചെക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളത് പോസ്റ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ടാലി വൗച്ചറിൻ്റെ അകത്ത് ജേണൽ ഫോർമാറ്റിലാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഗുഡ്സ് ഏതൊക്കെയുണ്ട്, അതായത് ഗുഡ്സ് ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റമാണ് പർച്ചേസ് ചെയ്യുന്നത്, എത്ര പീസാണ് പർച്ചേസ് ചെയ്യുന്നത്, പെർ പ്രൊഡക്റ്റിൻ്റെ പെർ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ റേറ്റ് എത്ര, ഏത് ഗോഡൗണിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പർച്ചേസ് ട്രാൻസാക്ഷനാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ടാലി വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നോക്കുക, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ അഞ്ചു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തു മെയ് മാസം 1-ാം തീയതി. അപ്പോൾ എന്തായിരിക്കും എൻട്രി തന്നെ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് പർച്ചേസ് എന്ന് പറയുന്ന ബിസിനസ്സിലെ ഡയറക്റ്റ് എക്സ്പെൻസ് കൂടുകയും, അതുപോലെ തന്നെ 5 എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും സപ്ലയറുടെ കയ്യിൽ നിന്നും കടത്തിനാണ് ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ട് ആ പാർട്ടിയോടുള്ള എൻ്റെ ബാധ്യത അഥവാ ലയബിലിറ്റി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൂടുന്നത്. ബിസിനസ്സിൽ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസും കൂടി, അതുപോലെ തന്നെ ആ പൈസ കൊടുക്കാത്തതുകൊണ്ട് ആ പാർട്ടിയോടുള്ള ലയബിലിറ്റിയും കൂടി. ബിസിനസ്സിൽ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് എന്തായിരിക്കും എൻട്രി വന്നെ? എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ ലയബിലിറ്റി കൂടിയേക്കുന്നേ? 5 എന്ന് പറയുന്ന ലയബിലിറ്റി കൂടി. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്ത് നിർത്തി? ക്രെഡിറ്റ് ചെയ്ത് നിർത്തി. ഇവിടെ 5 എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി ആയ സൺഡ്രി ക്രെഡിറ്റേഴ്സ് കൂടി. ഇതല്ലേ എൻട്രി തന്നെ. ഇത് നമ്മൾ ടാലി വൗച്ചറിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി ഫോർമാറ്റിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമർ തരുന്ന ഇൻവോയ്സ് ഫോർമാറ്റിൽ, ഇൻവോയ്സ് എങ്ങനെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ബില്ലിൻ്റെ അകത്ത് എങ്ങനെയാണോ സ്റ്റോക്ക് ഐറ്റം കൊടുത്തേക്കുന്നത്, അതേ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ടാലി വൗച്ചറിൻ്റെ അകത്ത് പർച്ചേസ് വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ ടാലി വൗച്ചറിൻ്റെ അകത്ത് പർച്ചേസ് വൗച്ചർ ഏതൊക്കെ ഫോർമാറ്റിലുണ്ട്, ഏതൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് റെക്കോർഡിന് വേണ്ടിയാണ് നമ്മൾ പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കണമെന്ന് നോക്കാം. പർച്ചേസ് വൗച്ചർ സാധാരണ രീതിയിൽ പറഞ്ഞിരുന്നു 3 രീതിയിൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന റെക്കോർഡിന് വേണ്ടിയാണ്. 1 ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, 2 സർവീസ് പർച്ചേസ് ചെയ്യുന്നത്, 3 ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഈ 3 രീതിയിലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന റെക്കോർഡിന് വേണ്ടിയാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടാലി സോഫ്റ്റ്വെയർ എടുക്കുക. എങ്ങനെയാണ് പർച്ചേസ് വൗച്ചർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ ട്രാൻസാക്ഷൻ്റെ അകത്ത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൻ്റെ അകത്ത് വരിക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ കിട്ടും. ക്ലിയർ? F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പർച്ചേസ് വൗച്ചർ കിട്ടും. ദെൻ ഇതാണ് പർച്ചേസ് വൗച്ചറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പർച്ചേസ് വൗച്ചറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആദ്യം കാണുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഐറ്റം ഫോർമാറ്റാണ്. അതായത് നോക്കി, ഇതാണ് ഐറ്റം ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഐറ്റം ഫോർമാറ്റ് പർച്ചേസ് വൗച്ചർ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ചോദിച്ചേക്കുന്നത് സപ്ലൈസ് ഇൻവോയ്സ് നമ്പറാണ്, പർച്ചേസ് വൗച്ചർ നമ്പറാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഈ പർച്ചേസ് വൗച്ചറിൽ എത്രാമത്തെ ട്രാൻസാക്ഷനാണ് എൻ്റർ ചെയ്യുന്നത്. 1-ാമത്തെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1, 2-ാമത്തെ പർച്ചേസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2 എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ രണ്ടാമത് ചോദിച്ചേക്കുന്നത് സപ്ലൈസ് ഇൻവോയ്സ് നമ്പറാണ്. അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ തന്നിരിക്കുന്ന ഇൻവോയ്സ് നമ്പർ എത്ര, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡേറ്റ്. ഏത് ഡേറ്റിലാണ് നിങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തേക്കുന്നത്, അയാൾ ബില്ല് തന്നിരിക്കുന്ന ഡേറ്റ് എന്ത്, പിന്നെ നമ്മൾ എന്നാണോ അത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്ന വൗച്ചർ ഡേറ്റ്, ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്നത് പർച്ചേസ് ലെഡ്ജർ തന്നെയാണ്. ഏത് സ്റ്റോക്ക് ഐറ്റം, എത്ര പീസ്, എത്ര രൂപയാണ് പെർ പീസിൻ്റെ വില, ടോട്ടൽ എമൗണ്ട് എത്ര, നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഐറ്റം ഫോർമാറ്റിൻ്റെ പ്രത്യേകത, പർച്ചേസ് ഐറ്റം ഫോർമാറ്റിൻ്റെ പ്രത്യേകത. ഇനി
നിങ്ങൾക്ക് ഫിക്സഡ് അസറ്റ് അഥവാ സർവീസ് അതുപോലെ തന്നെ മിഷനറി ഫിക്സഡ് അസറ്റ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന പർച്ചേസ് വൗച്ചറിൻ്റെ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിംഗ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു തുണി വിൽക്കുന്ന കടയിലേക്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഒരു തുണി വിൽക്കുന്ന കടയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? തുണിയായിരിക്കും. അവിടെ ആ കടയിലേക്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഫർണിച്ചർ വാങ്ങിയിട്ട് കസ്റ്റമറിന് വിൽക്കാനുള്ളതാണോ? അല്ല. കാരണം തുണി വിൽക്കുന്ന കടയിൽ തുണിയാണല്ലോ വിൽക്കാനുള്ളത്, അതായിരിക്കും ഗുഡ്സ് ആയിട്ട് എടുക്കുന്നത്. വേറെ ഏതെങ്കിലും ഫർണിച്ചറോ മെഷീനറിയോ അല്ലെങ്കിൽ ഏത് ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് എടുക്കുന്നത്? അത് ട്രേഡിംഗ് മുഖമുള്ളതല്ലാത്തത് കൊണ്ട് അതെന്തായിട്ട് എടുക്കും? നമ്മൾ അസറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ട്രേഡിംഗ് മുഖമുള്ളത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഏതോ അതായിരിക്കും ഗുഡ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സർവീസ്, ഇപ്പോൾ എൻ്റെ തുണി വിൽക്കുന്ന കടകളുടെ പ്രൊമോഷന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോർമാറ്റാണ് അക്കൗണ്ടിംഗ് ഇൻവോയ്സ് എന്ന് പറയുന്ന പർച്ചേസ് വൗച്ചറിൻ്റെ ഫോർമാറ്റ്. ഇതിൻ്റെ അകത്ത് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അതായത് ഐറ്റം ഫോർമാറ്റിൽ നിന്നും അക്കൗണ്ടിംഗ് ഇൻവോയ്സ് നിങ്ങളുടെ പർച്ചേസ് വൗച്ചർ ഇതിപ്പോൾ എന്താണ് നമ്മുടെ ഐറ്റം ഫോർമാറ്റാണ് പർച്ചേസ് വൗച്ചറിൻ്റെ. ഇവിടെ നിന്നും നമുക്ക് എന്താണ് ഫിക്സഡ് അസറ്റ് അല്ല എങ്കിൽ സർവീസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സർവീസ് ഫോർമാറ്റ് അഥവാ അക്കൗണ്ട് ഇൻവോയ്സിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് വൗച്ചറിൻ്റെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ പർച്ചേസ് വൗച്ചറിൻ്റെ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ടിംഗ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അല്ല എങ്കിൽ കീബോർഡിൽ Alt+I പ്രസ് ചെയ്താലും മതി, നിങ്ങൾക്ക് ഫിക്സഡ് അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. ഫിക്സഡ് അസറ്റൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന പർച്ചേസ് വൗച്ചറിൻ്റെ ഫോർമാറ്റിലേക്ക് പോകാൻ പറ്റും. ഈ വൗച്ചറിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കാണിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നോക്കുക. ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ അക്കൗണ്ടിംഗ് ഇൻവോയ്സ് അല്ലെങ്കിൽ പർച്ചേസ് വൗച്ചർ നമ്പർ എത്ര, ദെൻ ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻവോയ്സ് നമ്പർ, ഏത് ഡേറ്റിലാണ് ഇൻവോയ്സ് തരുന്നത്, ദെൻ എന്താണ് വൗച്ചർ ഡേറ്റ്, ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഗുഡ് സർവീസ് അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്തേക്കുന്നത്, ഏത് അസറ്റാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏത് സർവീസാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്, എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ദെൻ നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയുമാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് പർച്ചേസ് വൗച്ചറിൻ്റെ ഇൻവോയ്സ് ജേണൽ ഫോർമാറ്റ് എന്നുള്ളത്. അത് ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ. നമുക്ക് ജേണൽ എൻട്രി ആയിട്ട് വേണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐറ്റം ഇൻവോയ്സ് ആണ്. ഓക്കെ. നിങ്ങളുടെ ജേണൽ ഫോർമാറ്റിൽ നിന്നും പർച്ചേസ് വൗച്ചറിൻ്റെ ജേണൽ എൻട്രി ഫോർമാറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ജേണൽ എൻട്രി ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് ആസ് വൗച്ചർ. ആസ് വൗച്ചറിൽ നിന്നും നിങ്ങൾക്ക് ഐറ്റം ഫോർമാറ്റിലേക്ക് പോകണമെങ്കിൽ ആസ് ഇൻവോയ്സ് ഞെക്കിയാൽ മതി. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അഞ്ചു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്കൊന്ന് പോസ്റ്റ് ചെയ്താലോ? നമുക്ക് നോക്കാം. സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ ടെമ്പററി ആയിട്ട് കൊടുക്കുക. INV ഇൻവോയ്സ് /01/2020-21. ഏത് ഡേറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നത്? ഏത് ഡേറ്റിലാണ് ഇൻവോയ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ഇൻവോയ്സ് തരുന്നത്, ആ ഡേറ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് 1/5/2020 മെയ് മാസമാണ് നമുക്ക് ഡേറ്റ് തരുന്നത് 2020. ദെൻ Alt F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ കൊടുക്കുക. ദെൻ F2 പ്രസ് ചെയ്ത് നിങ്ങൾ വൗച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുക 2/5/2020. ദെൻ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയുടെ പേര് കൊടുക്കുക. പാർട്ടിയുടെ പേര് എന്താണ്? അഞ്ചു എൻ്റർപ്രൈസ്. Alt+CB വെച്ച് ക്രിയേറ്റ് ചെയ്യുക. അഞ്ചു എൻ്റർപ്രൈസസ്. ദെൻ ഇയാൾ ആരായിരിക്കും? ഇയാളെന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റർ ആയിരിക്കും അല്ലേ? സപ്ലയറോട് ബാധ്യതയുണ്ട്. സോ ബാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അയാൾക്ക് പൈസ കൊടുക്കാണ്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയുടെ കീഴിൽ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ അഞ്ചു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ബാലൻസ് കൂടും. ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് മെയിൻറ്റെയിൻ ബിൽ ബൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് എസ്സാക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ചു എൻ്റർപ്രൈസസിൻ്റെ കയ്യിൽ നിന്ന് മെയ് മാസം 1-ാം തീയതി ഒരു 10,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിച്ചു. ഞാൻ ഏപ്രിൽ മാസം 1-ാം തീയതി അഡ്വാൻസ് ആയിട്ട് അതിനൊരു 5,000 രൂപ കൊടുത്തു. എന്നിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് മെയ് മാസം 1-ാം തീയതി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ. ഇനി വീണ്ടും ഇയാൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാനുണ്ടോ? ഇല്ല. കാരണം 5,000 രൂപ ഏപ്രിൽ മാസമേ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സപ്ലൈയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പർച്ചേസ് നടത്തുമ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ
ബിൽ എന്ന് പറയുന്ന കാര്യം. അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പാർട്ടിക്ക് നമ്മൾ പർച്ചേസ് ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഏതെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ആ രീതിയിൽ പർച്ചേസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് നിങ്ങൾ എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പാർട്ടിയുടെ ലെഡ്ജറിലായിരിക്കും അത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അതെന്ത് പാർട്ടിയുടെ ലെഡ്ജറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരണമെങ്കിൽ നിങ്ങൾ F11 ഫീച്ചറിൻ്റെ അകത്ത് പോവുക. അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഫീച്ചറിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണും. അതെന്തിനാണ്? നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴോ സെയിൽ ചെയ്യുമ്പോഴോ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുകയോ നമ്മൾ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കുന്നത്. അത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൻ്റെ ഗേറ്റ് നമ്മുടെ പാർട്ടി ലെഡ്ജറിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ F11 ഫീച്ചർ പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ അക്കൗണ്ടിങ് ഫീച്ചറിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക? എസ് ആക്കുക. ദെൻ കൺട്രോൾ A അടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാർട്ടി ലെഡ്ജറിൻ്റെ ഉള്ളിൽ എന്ത് കാണും? മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണും. അതെന്താക്കുക? ജസ്റ്റ് എസ് ആക്കുക. കൺട്രോൾ A ഉപയോഗിച്ച് സേവ് ചെയ്യുക. ദെൻ അടുത്ത കാര്യം പർച്ചേസ് ലെഡ്ജറാണ്. പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്നത് എപ്പോഴും പർച്ചേസ് ലെഡ്ജർ തന്നെയായിരിക്കും. കാരണം നമ്മളെന്താണ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുന്നുണ്ട്. അത് എവിടെ വരുന്നതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടും. അത് എവിടെ കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പർച്ചേസ് ലെഡ്ജറിൻ്റെ അണ്ടർ എന്ത് കൊടുക്കണം? പർച്ചേസ് അക്കൗണ്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് എവിടെ കാണിക്കുകയുള്ളൂ? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. പിന്നീട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ്? പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്നതാണ് ഡെബിറ്റ്. കാരണം എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി. സോ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് നമ്മൾ അതിന് ഡെബിറ്റ് ചെയ്ത് നിർത്തി. അടിയിൽ കാണുന്നതായിരിക്കും ഡെബിറ്റ്, ഏറ്റവും മുകളിൽ കാണുന്നതായിരിക്കും ക്രെഡിറ്റ് അഥവാ ലയബിലിറ്റി. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്ന പാർട്ടിയോടുള്ള ബാധ്യതയും കൂടി ലയബിലിറ്റി കൂടിയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്ത് നിർത്തി. സോ എൻട്രി എങ്ങനെ വരും? 5 എൻ്റർപ്രൈസസ് പാർട്ടി അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് അപ് ടു 5 എൻ്റർപ്രൈസസ്. ആദ്യം കാണിക്കുന്ന ക്രെഡിറ്റ് ഐറ്റം ആണ്, തൊട്ടടിയിലാണ് ഡെബിറ്റ് ഐറ്റം. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പർച്ചേസ് ലെഡ്ജറിൻ്റെ അകത്ത് കാണിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഏത് സ്റ്റോക്ക് ഐറ്റമാണ് പർച്ചേസ് ചെയ്യുന്നത് കൊടുക്കുക. നമുക്ക് പർച്ചേസ് വൗച്ചർ വെച്ചുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനെ നിങ്ങൾ Alt C ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. അതിന് മുമ്പ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റോക്ക് ഐറ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സ്റ്റോക്ക് ഐറ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ 5 എൻ്റർപ്രൈസസ് നിന്ന് വാങ്ങിയിരിക്കുന്ന 2 രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ്. F11 Proയും J6 എന്ന് പറയുന്ന സ്റ്റോക്ക് ഐറ്റംസ് ആണ് വാങ്ങിയിരിക്കുന്നത്. അത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അഥവാ അണ്ടർ ഓഫ് ദി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഏത് കമ്പനിയുടേതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട കമ്പനിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എത്ര പീസാണ് ഈ പ്രോഡക്റ്റിനെ അളക്കുന്ന മെഷർമെൻറ്റ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പീസസ് പെർ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഏത് ഗോഡൗണിലാണ് സൂക്ഷിച്ചേക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പേര് F11 Pro. ദെൻ അത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതാണ്, അത് ഗ്രൂപ്പ് അത് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാം? Alt C ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതാണ്? മൊബൈൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ദെൻ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ദെൻ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൊടുക്കണം. ഈ F11 Pro എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കമ്പനി നെയിം കൊടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് ഐറ്റം കാറ്റഗറി എന്ന് പറയുന്നത്. അതെങ്ങനെ എനേബിൾ ചെയ്യാം? അത് എനേബിൾ ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിൽ F11 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇൻവെൻട്രി ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് എന്താക്കുക? എസ് ആക്കുക. കൺട്രോൾ A ഉപയോഗിച്ച് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കമ്പനിയുടെ പേര് കൊടുക്കാനുള്ള സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഫംഗ്ഷൻ എനേബിൾ ആയിട്ട് വരും. അത് Alt C ഉപയോഗിച്ച് കൊടുക്കുക. ഏത് കമ്പനിയുടേതാണ് F11 Pro എന്ന് പറയുന്നത്? സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ദെൻ ഈ പ്രോഡക്റ്റിനെ അളക്കുന്ന മെഷർമെൻറ്റ് യൂണിറ്റ് കൊടുക്കുക. Alt C ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. അത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലാണ്. ഈ സ്റ്റോക്ക് ഐറ്റത്തെ F11 Pro എന്ന് പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? പീസസിലാണ് അളക്കുന്നത്. സോ ടൈപ്പ് എന്നുള്ള സിമ്പിൾ കൊടുക്കുക. സിമ്പിൾ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ആ മെഷർമെൻറ്റ് യൂണിറ്റിൻ്റെ ഷോർട്ട് നെയിമാണ് PCS എന്ന് പറഞ്ഞു കൊടുക്കുക. ഫോർമൽ നെയിം എന്ന് പറഞ്ഞാൽ നീട്ടി ടൈപ്പ് ചെയ്യുക. ആ മെഷർമെൻറ്റ് യൂണിറ്റ് പൂർണ്ണമായ രൂപത്തിൽ ടൈപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പേര്, അത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതാണ്, അത് കമ്പനിയുടെ പേരെന്ത്, കാറ്റഗറി അണ്ടറും എന്ത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നത് തെറ്റില്ല. പിന്നെ അതിന് അളക്കുന്ന യൂണിറ്റ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ A ഉപയോഗിച്ച് സേവ് ചെയ്യുക. ദെൻ പ്രോഡക്റ്റ് F11 Pro. ഇനി അടുത്ത കാര്യം, അത് ഏത് ഗോഡൗണിലാണ് സൂക്ഷിച്ചേക്കുന്നത്? നമ്മൾ വാങ്ങി ഏത് ഗോഡൗണിലാണ് സൂക്ഷിച്ചേക്കുന്നത്? എടപ്പള്ളി ഗോഡൗണിലാണ് സൂക്ഷിച്ചേക്കുന്നത്. സോ ഗോഡൗൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ പർച്ചേസ് വോച്ചിൻ്റെ അകത്ത് എനേബിൾ ചെയ്യണം. എങ്ങനെ എനേബിൾ ചെയ്യാം? F11 ഫീച്ചറിൻ്റെ അകത്ത് പോവുക.
അതിൻ്റെ അകത്ത് ഇൻവെൻട്രി ഫീച്ചറിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ഗോഡൗൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എനേബിൾ ആക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പർച്ചേസ് വാച്ചിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് ഏത് ഗോഡൗണിലാണ് സൂക്ഷിച്ചേക്കുന്നത് കാണാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അടുത്ത ഫംഗ്ഷൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡൗൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം കൊടുക്കുന്നത് ഏത് സ്ഥലത്താണ് സൂക്ഷിച്ചേക്കുന്നത്, ആ ഗോഡൗണിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിച്ചേക്കുന്നത്. അത് ആൾട്ട് സി വെച്ച് ക്രിയേറ്റ് ചെയ്യുക, ഇടപ്പള്ളി എന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര പീസാണ് പർച്ചേസ് ചെയ്യുന്നത്, 150 പീസാണ് പർച്ചേസ് ചെയ്യുന്നത്. പെർ പീസിൻ്റെ വില 15,000 രൂപയാണ്. സോ ടോട്ടൽ 22,50,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മറ്റേ പ്രോഡക്റ്റും കൊടുക്കുക. രണ്ടാമത് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് J6 ആണ്. സോ ഓൾറെഡി നമ്മളെന്താണ് കാറ്റഗറി അണ്ടറും FLN Pro എന്ന് പറയുന്ന സ്റ്റോക്ക് ഐറ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി സേവ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കാറ്റഗറീസ് ഈ രണ്ടാമത്തെ പ്രോഡക്റ്റിന് സെയിം തന്നെയാണെങ്കിൽ സെയിം കൊടുക്കുക. യൂണിറ്റ് എന്നുള്ളത് സെയിം തന്നെയാണ്, അത് കൊടുക്കുക. ഓൾറെഡി കാറ്റഗറി ഗോഡൗണും അതുപോലെ തന്നെ എന്താണ് പീസസും ഇത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ആയി വെച്ചേക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്കത് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അക്സെപ്റ്റ് ചെയ്യുക. ഏത് ഗോഡൗണാണ്, ഗോഡൗൺ എന്നുള്ളത് ഓൾറെഡി കൊടുത്തു വെച്ചു. J6 സൂക്ഷിച്ചിരിക്കുന്നത് ഇടപ്പള്ളി ഗോഡൗണിലാണ്. 250 പീസാണ്. പെർ പീസിൻ്റെ വില 14,500 രൂപയാണ്. മൊത്തം 36,25,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അങ്ങനെ മൊത്തം നമുക്ക് 58,75,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ ഇയാളുടെ കയ്യിൽ നിന്ന് കടത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നോക്കിയേ, ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ, ഈ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഏറ്റവും പറഞ്ഞില്ലേ, ഞാൻ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ടാണ് പൈസ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പേ 58,75,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പേ ഒരു 20 ലക്ഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി റിമൈനിങ് 38,75,000 കൊടുത്താൽ മതിയില്ലേ ഈ പാർട്ടിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എഗനസ്റ്റ് റഫ് കൊടുത്താൽ മതി. അഡ്വാൻസ് ആയിട്ട് കൊടുത്തേക്കുന്ന പൈസ എനിക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് കൊടുക്കാനുള്ള പൈസ 58,75,000 രൂപ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കില്ല. പാർട്ടിയുടെ കറണ്ട് ബാലൻസിൻ്റെ അവിടെ കാണിക്കില്ല. പിന്നെയോ 38,75,000 രൂപ എന്ന് പറഞ്ഞ് കാണിക്കുകയുള്ളൂ. ദെൻ നരേഷൻ കൊടുക്കുക. ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അഞ്ജു ഓൺ ക്രെഡിറ്റ്. ദെൻ എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. ഇനി പേജപ്പ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ ഇത് എവിടെ ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും റിഫ്ലക്ഷൻ ഉണ്ടാവുക. ഒന്ന് അഞ്ജു എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് കറണ്ട് ലയബിലിറ്റിയാണ്. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മുടെ കമ്പനിയിൽ സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ട് എഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, സ്റ്റോക്സ് രജിസ്റ്റർ. അതായത് നമ്മളുടെ കടയിൽ ഇന്ന് കട തുറന്നപ്പോൾ എത്ര സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ട്, എത്ര പീസ് ഇരിക്കുന്നുണ്ട്, പെർ പീസിൻ്റെ വില എത്ര, ഇന്ന് പുതിയതായിട്ട് എത്ര സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റം എത്ര കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്തിട്ടുണ്ട്, എത്ര പീസ് സെയിൽ ചെയ്തിട്ടുണ്ട്, എത്ര രൂപ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, വൈകുന്നേരം കട അടയ്ക്കുമ്പോൾ എത്ര ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ പീസ് പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ട്, എത്ര പീസ് ഉണ്ട്, എത്ര രൂപയാണ് ഓരോ പ്രോഡക്റ്റിൻ്റെ വില. ഇങ്ങനെ ഇൻഡിവിജ്വലി ഓപ്പൺ സ്റ്റോക്ക്, പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യങ്ങൾ, സെയിൽ ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യങ്ങൾ, വൈകുന്നേരം കട അടയ്ക്കുമ്പോഴുള്ള ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഇതിന് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്നത്. ഇത്രയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കുക. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, പർച്ചേസ് അക്കൗണ്ടിൽ ബാലൻസ് 58,75,000 കാണിച്ചിട്ടുണ്ട്. ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 58,75,000 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. 5 സൺഡേ ക്രെഡിറ്റർ എന്ന് പറയുന്ന 5 എൻ്റർപ്രൈസസിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിയതുകൊണ്ട് നമ്മുടെ കറണ്ട് ലയബിലിറ്റി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസ് സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്നത്. സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കാണാം. അതിൻ്റെ അകത്ത് ആ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ക്ലോസ് സ്റ്റോക്ക് സമ്മറി കാണാൻ പറ്റും. നിലവിൽ നമ്മുടെ ഗോഡൗണിൽ വൈകുന്നേരം കട അടച്ചപ്പോൾ എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറ്റ് വണ്ണിൻ രാവിലെ കട തുറന്നപ്പോൾ എത്രയുണ്ടായിരുന്നു, പുതിയതായിട്ട് എത്ര പീസ് പർച്ചേസ് ചെയ്തു, കടയിൽ നിന്ന് എത്ര സ്റ്റോക്കായിട്ട് കസ്റ്റമേഴ്സിന് വിറ്റു, ബാക്കി റിമൈനിങ് ക്ലോസിംഗ് ബാലൻസ് എത്ര എന്നിങ്ങനെ 4 കാര്യങ്ങൾ, ഓപ്പൺ സ്റ്റോക്ക്, പർച്ചേസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, സെയിൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ, ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാം ഒരുമിച്ച് കാണണം ഗോഡൗൺ വൈസ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഗോഡൗണിൽ നിന്നും എത്ര വിറ്റുണ്ട്, അങ്ങനെ ഗോഡൗൺ വൈസ് കാണണമെങ്കിൽ നിങ്ങൾ സഹായിക്കുന്ന 2 കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഗോഡൗൺ വൈസ് സമ്മറി കാണണമെങ്കിൽ നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ സ്റ്റോക്ക് സമ്മറി ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അത് ഡീറ്റെയിൽ ആക്കുക. അതിനുശേഷം
നിങ്ങളെ ഗോഡൻ വൈസ് സമ്മറീസ് കാണാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഇൻവെൻറ്ററി റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F9 ആണ്. ഇൻവെൻറ്ററി റിപ്പോർട്ട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗോഡൻ വൈസ് സമ്മറി കാണാൻ പറ്റും. ഏത് ഗോഡൗണിൽ ഗോഡൗൺ വൈസ് സമ്മറി ഒന്ന് ഡീറ്റെയിൽ ആക്കിയാൽ മതി. കൊയ്തപ്പള്ളി എന്ന് പറയുന്ന ഗോഡൗണിൽ 400 പീസ് മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ട്. പെർ പീസിൻ്റെ വില 14,654 രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ദെൻ ഒന്നോടെ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോഡൗൺ ഇടപ്പള്ളിയാണ്. F11 പ്രോയും J6 ആണ് ഇരിക്കുന്നത്. 150 പീസ് F11 പ്രോയും J6 ഇടപ്പള്ളി ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട്. ഇത് ക്ലോസിംഗ് ബാലൻസാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഇടപ്പള്ളി ഗോഡൗണിൽ രാവിലെ കട തുറന്നപ്പോൾ എത്ര ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു, വൈകുന്നേരം എത്ര പർച്ചേസ് ചെയ്തു, ഇന്ന് എത്ര സെയിൽ ചെയ്തു കസ്റ്റമേഴ്സിന്, ബാക്കി റിമൈനിങ് ക്ലോസിംഗ് ബാലൻസ് എത്ര, ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് സമ്മറി ഗോഡൗൺ വൈസ് സമ്മറി വയ്ക്കുമ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ F12 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കാണാം ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസിൻ്റെ ഒപ്പം തന്നെ കാണണമെങ്കിൽ F12 ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഷോ ഓപ്പണിംഗ് ബാലൻസ് എന്ന് യെസ് ആക്കുക. ദെൻ ഗുഡ്സ് ഇൻവാർഡ്സ്, പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഏതൊക്കെ, ഗുഡ്സ് ഇൻവാർഡ്സ് ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ഗുഡ്സ് വന്നത് അത് ഷോ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഷോ ഗുഡ്സ് ഇൻവാർഡ്സ് എന്നുള്ളത്. പർച്ചേസ് വഴി ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് വന്നേക്കുന്നത് എങ്ങനെ അത് ഷോ ചെയ്യുന്ന ഒന്നാണ് ഷോ ഗുഡ് ഇൻവാർഡ്സ് എന്നുള്ളത്. അത് ജസ്റ്റ് യെസ് ആക്കുക. പർച്ചേസ് ബാലൻസ്, ഇന്ന് എത്ര പർച്ചേസ് ചെയ്തു, എത്ര പീസ് പർച്ചേസ് ചെയ്തു, എത്ര എമൗണ്ട് പർച്ചേസ് ചെയ്തു. ഇനി ഷോ ഗുഡ്സ് ഔട്ട്വാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കസ്റ്റമേഴ്സിന് വിറ്റത്, സെയിൽ വഴി കസ്റ്റമേഴ്സിന് വിറ്റത് എത്ര പീസ് ഉണ്ട്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങൾ എന്താക്കുക, ജസ്റ്റ് യെസ് ആക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഓപ്പൺ ബാലൻസും പർച്ചേസ് ഗുഡ്സ് ഇൻവാർഡ്സ്, പർച്ചേസ് വഴി ബിസിനസ്സിലേക്ക് ഗുഡ്സ് വന്നേക്കുന്നത്, ഗുഡ്സ് ഔട്ട്വാർഡ്സ് സെയിൽ വഴി ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ്, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. നോക്കി ഇപ്പോൾ നിലവിൽ എടപ്പള്ളി എന്ന് പറയുന്ന ഗോഡൗണിൽ ഓപ്പൺ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കട തുറന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പുതിയ പീസ് പർച്ചേസ് ചെയ്തു, ഒന്നും സെയിൽ ചെയ്തിട്ടില്ല, ക്ലോസ് ബാലൻസ് ഇത്ര. ഇങ്ങനെ നമുക്ക് ഗോഡൗൺ സ്റ്റോക്ക് സമ്മറിയുടെ അകത്ത് എല്ലാ സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് ഗുഡ്സ് റിട്ടേൺ ആകുന്നത്. അതായത് നമ്മുടെ ഗുഡ്സ് ഏതെങ്കിലും നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ഏതെങ്കിലും കാരണവശാൽ വാങ്ങി വെച്ചിട്ടുണ്ട്, ഓക്കെ, പർച്ചേസ് ചെയ്തു, പക്ഷേ ഏതെങ്കിലും വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യും, നമ്മളത് തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കും, ഇല്ലേ? അപ്പോൾ ടാലിയുടെ അകത്ത് പർച്ചേസ് റിട്ടേൺ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ അഞ്ജു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് F11 Pro എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതുപോലെ J6 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. F11 Pro 150 പീസ് പർച്ചേസ് ചെയ്തതിൽ 50 പീസ് ഡാമേജ് സംഭവിച്ചു. 50 പീസ് ഡാമേജ് സംഭവിച്ചുകൊണ്ട് അത് തിരിച്ച് നമ്മൾ സപ്ലയർക്ക് കൊടുത്തു. ഓക്കെ, 150 പീസ് F11 Pro വാങ്ങിയപ്പോൾ അയാൾക്ക് കൊടുക്കാണ്ടായിരുന്ന ബാലൻസിൽ നിന്നും 50 പീസ് തിരിച്ചു കൊടുത്തപ്പോൾ ആ കൊടുക്കാനുള്ള പൈസ 50 പീസിൻ്റെ കുറഞ്ഞു, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ടാലി വൗച്ചറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത്? അതിനു മുമ്പ് നമുക്ക് നോക്കാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻട്രി എങ്ങനെ. ഇപ്പോൾ നമ്മൾ അഞ്ജു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എൻട്രി എങ്ങനെയാണ്, പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, അതുപോലെ തന്നെ അഞ്ജു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലയബിലിറ്റിയും കൂടി. സോ പർച്ചേസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അഞ്ജു എൻ്റർപ്രൈസസ് എന്നായിരുന്നു പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന എൻട്രി, അല്ലേ? ഇനി നേരെ തിരിച്ച് പർച്ചേസ് റിട്ടേൺ സംഭവിച്ചാലോ, വാങ്ങിയ പ്രോഡക്റ്റ് ഡാമേജ് സംഭവിച്ചു, അതുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അഞ്ജു എൻ്റർപ്രൈസസിന് വാങ്ങിയപ്പോൾ അയാളോടുള്ള ബാധ്യത കൂടി, എന്നാൽ പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തപ്പോൾ അയാളുടെ ബാധ്യത കുറഞ്ഞു. സോ അഞ്ജു എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്ത് നിർത്തി? അഞ്ജു എൻ്റർപ്രൈസസ് അക്കൗണ്ട് ഡെപ്റ്റർ, ലയബിലിറ്റി കുറഞ്ഞുകൊണ്ട് ലയബിലിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്ത് നിർത്തി. കാരണം അഞ്ജു എൻ്റർപ്രൈസസിന് 150 ഈ F11 Proയും J6 എന്ന് പറയുന്ന പ്രോഡക്റ്റ് പർച്ചേസ് വഴി കൊടുക്കാണ്ടായിരുന്ന പൈസയിൽ നിന്നും F11 Pro എന്ന് പറയുന്ന പ്രോഡക്റ്റ് 50 പീസ് തിരിച്ചു കൊടുത്തപ്പോൾ ഉള്ള ആ 50 പീസ് പ്രോഡക്റ്റിൻ്റെ വില കുറയും, ഇല്ലേ? സോ അത്രയും ലയബിലിറ്റി കുറഞ്ഞു. ദെൻ ഏത് അക്കൗണ്ടിലായിരിക്കും ഇനി കുറവ് സംഭവിക്കുന്നത്? നമ്മുടെ പർച്ചേസ് അക്കൗണ്ടിൽ കുറഞ്ഞില്ലേ? ഇത്രയും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, എന്നാൽ 50 പീസ് പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തപ്പോൾ എന്താണ്, പർച്ചേസ് റിട്ടേൺ വഴി തിരിച്ചു കൊടുത്തപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ അത്രയും കുറവ് സംഭവിച്ചു. സോ എന്തായിരിക്കും എക്സ്പെൻസ് കുറയുമ്പോഴത്തെ എൻട്രി? എക്സ്പെൻസ് കുറയുമ്പോൾ നമ്മൾ എക്സ്പെൻസിനെ എന്ത് ചെയ്ത് നിർത്തി? നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് നിർത്തണം. സോ പർച്ചേസ് എന്ന് പറഞ്ഞു കൊടുക്കില്ല, പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ടാലി വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്? ടാലി വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വൗച്ചറിൻ്റെ പേരാണ് ഡെബിറ്റ് നോട്ട് വൗച്ചർ. അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ വരിക, ട്രാൻസാക്ഷൻ്റെ അകത്ത് വരിക,
ദെൻ അക്കൗണ്ട് വൗച്ചേഴ്സിൻ്റെ അകത്ത് വരിക. അതിൻ്റെ അകത്ത് നിങ്ങൾ F11 ഫീച്ചർ അക്കൗണ്ട് വൗച്ചേഴ്സിൻ്റെ അകത്ത് വന്നതിന് ശേഷം F11 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ അകത്ത് F2 പ്രസ് ചെയ്തതിന് ശേഷം യൂസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. ദെൻ റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ ഡെബിറ്റ് നോട്ട് എന്നുള്ളതും യെസ് ആക്കുക. ദെൻ കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് വൗച്ചറിൻ്റെ നിങ്ങളുടെ അക്കൗണ്ട് വൗച്ചേഴ്സിൻ്റെ അകത്ത് വെർട്ടിക്കൽ ബാറിൽ ഡെബിറ്റ് നോട്ട് എന്നുള്ളത് എനേബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡെബിറ്റ് നോട്ട് വൗച്ചറിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+F9. ഇതിൽ ഏറ്റവും ആദ്യം ചോദിച്ചേക്കുന്ന കാര്യം ഏത് ഇൻവോയ്സ് നമ്പർ പ്രകാരമുള്ള ഗുഡ്സാണ് തിരിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പർച്ചേസ് ചെയ്തപ്പോൾ ഇൻവോയ്സ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. ഇൻവോയ്സ് നമ്പർ 01/2020-21. ഇനി ഏത് ഡേറ്റിൽ പർച്ചേസ് ചെയ്തേക്കുന്നതാണ്, 1/5/2020 പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ മെയ് മാസം തന്നെയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത് അല്ലേ, മെയ് മാസം തന്നെയല്ലേ പർച്ചേസ് ചെയ്തേക്കുന്നത്. മെയ് മാസം 1-ാം തീയതി പർച്ചേസ് ചെയ്തു, 2-ാം തീയതി നമ്മൾ പർച്ചേസ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തു. അന്ന് നമ്മൾ തന്നെ സ്റ്റോക്ക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറവുള്ളത് ഡാമേജ് സംഭവിച്ച് തിരിച്ച് അയാൾക്ക് കൊടുത്തു. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്, 5 എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ദെൻ അയാൾക്ക് കൊടുക്കാനുള്ള 58,75,000 മൊത്തം ടോട്ടൽ കൊടുക്കാനുള്ളത്. പർച്ചേസ് ലെഡ്ജർ എന്ന സ്ഥാനത്ത് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ പർച്ചേസ് അക്കൗണ്ടിൽ കുറവ് സംഭവിക്കുകയുള്ളൂ. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ കീഴിലായിരിക്കും, കാരണം പർച്ചേസ് അക്കൗണ്ടിലെ കുറവ് സംഭവിക്കുന്നുണ്ട്. ദെൻ ഏത് പ്രോഡക്റ്റാണ് തിരിച്ചു പോകുന്നത്, F11 Pro എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. F11 Pro എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. 150 പീസ് ഉണ്ട്. എത്ര പീസാണ്, ഏത് ഗോഡൗണിനാണ് പോണേ, ഇടപ്പള്ളി എന്ന് പറയുന്ന ഗോഡൗണിനാണ് പോണേ. എത്ര പീസ് ഉണ്ട്, 50 പീസാണ് തിരിച്ചു പോകുന്നത്. ദെൻ ഇനി ഇവിടെ നമ്മൾ മെയിൻ ബിൽ വേസ് ഡീറ്റെയിൽസ് കൊടുക്കണം. മൊത്തം 7,50,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് കൊടുക്കാനുള്ള പൈസ 58,75,000 രൂപ. അതിൻ്റെ അകത്തുനിന്ന് എന്താണ് 7,50,000 കുറഞ്ഞ് 51,50,000 രൂപ 50,000 രൂപയായിട്ട് കുറവ് സംഭവിക്കണം. വേണ്ടേ, സോറി 51,25,000 രൂപയായിട്ട് കുറവ് സംഭവിക്കണം. എൻ്റർ അടിക്കുക. ഇവിടെ മെയിൻറ്റെയിൻ ബിൽ വേസ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇത് എന്തിനെതിരായിട്ടാണ് ഈ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനെതിരായിട്ടാണ് നമ്മൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ഇൻവോയ്സ് നമ്പർ പ്രകാരം പർച്ചേസ് ചെയ്തതിനെതിരായിട്ടാണ് നമ്മൾ ഈ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നരേഷൻ കൊടുക്കുക, ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിട്ടേൺഡ് അടിച്ച് സേവ് ചെയ്യുക. പേജപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ റിഫ്രഷൻ വരും, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 58,75,000 കൊടുക്കാണ്ടായിരുന്നു. 7,50,000 പ്രൊഡക്റ്റ് തിരിച്ചു കൊടുത്തപ്പോൾ 51,25,000 ബാലൻസ് ഷീറ്റിൽ സൺഡർ കറണ്ട് ലൈബിലിറ്റി ആയ സൺഡർ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞു. പർച്ചേസ് അക്കൗണ്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്റ്റോക്ക് സമ്മറിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാകും. നമുക്ക് നോക്കിയാലോ. ദെൻ നമ്മൾ ജസ്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആക്കുമ്പോൾ ക്ലോസ് സ്റ്റോക്കിൽ കുറവ് സംഭവിച്ചു. അതുപോലെ തന്നെ എന്താണ് സൺഡർ ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റിയിൽ കുറവ് സംഭവിച്ചു. ദെൻ അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്ത് 58,75,000 പ്രൊഡക്റ്റാണ്. മൊത്തം 5 എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്ന് കുറവ് സംഭവിച്ചിരിക്കുന്നത് എത്രയാണ്, 7,50,000 പ്രൊഡക്റ്റാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്. മൊത്തം 51,25,000 പർച്ചേസ് അക്കൗണ്ടിൽ ഇനിയുള്ളൂ. ഇനി നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയാലും ആ കുറവ് അവിടെ കാണാൻ പറ്റും. നോക്കിയേ, ശരിയല്ലേ. 150 പീസ് ഉണ്ടായിരുന്നു, അത് എത്ര പീസായി കുറഞ്ഞു, 50 പീസ്, 100 പീസായിട്ട് കുറഞ്ഞു. 50 പീസ് തിരിച്ചു പോയപ്പോൾ ഇനി നമുക്ക് എന്താണ് പാർട്ടിയുടെ ലെഡ്ജർ, പാർട്ടിക്ക് കൊടുക്കാനുള്ള പൈസയിൽ കുറവ് എങ്ങനെ സംഭവിച്ചെന്ന് നോക്കാം. അതിന് പാർട്ടിയുടെ ലെഡ്ജർ എടുക്കണം. പാർട്ടിയുടെ ലെഡ്ജർ എങ്ങനെ എടുക്കാം, ഡിസ്പ്ലേയുടെ അകത്ത് അക്കൗണ്ട് ബുക്സിൻ്റെ അകത്ത് ലെഡ്ജറിൻ്റെ അകത്ത് 5 എൻ്റർപ്രൈസസ് നോക്കിയേ. മൊത്തം 58,75,000 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. 7,50,000 പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തു. നമ്മുടെ ലയബിലിറ്റിയാണ് പർച്ചേസ് എന്ന് പറയുന്ന നമ്മുടെ 5 എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലെഡ്ജർ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ലയബിലിറ്റി കൂടി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നാൽ 7,50,000 പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ലയബിലിറ്റി അത്രയും കുറഞ്ഞു. ബാക്കി റിമൈനിങ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 58,75,000 കൊടുക്കാണ്ടായിരുന്നതിൽ 7,50,000 കുറച്ചിട്ട് ബാക്കി 51,25,000 കുറവ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും റിഫ്ലക്ഷൻ ആയിരിക്കും ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പറഞ്ഞതിൽ പർച്ചേസും ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ഇൻവോയ്സിൻ്റെ അകത്ത് ഐറ്റം റെക്കോർഡ് ചെയ്യുന്നതും പർച്ചേസ് വൗച്ചറിൻ്റെ അകത്ത് ഐറ്റം റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കാം.